എന്നാ എന്തോ ഉണ്ട്. ഇത്രയും വൃത്തികെട്ട ഒരു ഷേക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല. ഹലോ ഗായ്സ്, നമ്മളെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പയ്യന്നൂരാണ് ഉള്ളത്. വണ്ടി പോകുന്നതുകൊണ്ട് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. വണ്ടി നിർത്താം. നിർത്ത്. അപ്പോൾ നമ്മൾ ഇന്ന് പയ്യന്നൂര് കുറച്ച് വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സ് എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് റെയിൽവേൻ്റെ അടുത്തൊരു കടയുണ്ട്, അവിടെ പോകാൻ പോകുന്നതാണ്. ഫസ്റ്റ് അവിടെ നോക്കണം, അവിടെ ഇല്ലെങ്കിൽ ടൗണിൽ പോവും. നോക്കാം എന്തായാലും. എന്നാ എന്തോ ഉണ്ട്. ഹെൽമെറ്റിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട് പറഞ്ഞിട്ട് നിലത്തിട്ട് എന്തോ ഉണ്ട്. പാമ്പങ്ങനെ ആയിരിക്കും, പാമ്പിന്റെ കുഞ്ഞാറ്റാ. എന്തോ ഉണ്ട് ഇതിന്റെ ഉള്ളിൽ. എന്നാ വീണതായിരിക്കും. ഹെൽമെറ്റിന്റെ ഉള്ളിൽ എന്തോ കയറിയെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോ ഒരു വലിയൊരു ഈച്ച. ഈ കടയിലാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസ് എല്ലാം ഉണ്ട്. നോക്കാം. നമ്മൾ ആ കടയിൽ നോക്കി, നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളതൊന്നുമില്ല. പക്ഷെ നല്ല സെറ്റ് സാരി, നല്ല ടൈപ്പൊക്കെ ഉണ്ട്. എനിക്കതുപോലത്തെ അല്ലല്ലോ വേണ്ടത് ഇപ്പം. അപ്പോൾ നമ്മൾ അടുത്ത ഇമ്മാനുവൽ സിൽക്സിൽ പോകുന്ന പറയുന്നതിൻ്റെ ഇടയിൽ നമ്മളൊരു ഫ്രണ്ട്സിനെ കണ്ട്. അപ്പം അവരോട് സംസാരിക്കുന്നതിനും ഇനി സമയമുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ നമ്മുടെ പ്ലാൻ മാറ്റിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചു ഇവിടെ നല്ല അടിപൊളി ജ്യൂസോ ഷേക്കോ കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വിടാമെന്ന്. കാരണം ഒട്ടും ടൈമില്ല. ട്രെയിൻ 6:20 ഇപ്പോൾ പോയി അവിടെ പോയി നോക്കാനുള്ള ടൈമൊന്നുമില്ല. അപ്പം ഷേക്ക് കുടിച്ചിട്ട് നമുക്ക് പിരിയാം. ഇത് ഇവൻ്റെ പ്ലാനാണ്. ആദ്യം കുട്ടടി, അത് കഴിഞ്ഞ് ബാക്കിയല്ല. മെനു കയ്യിൽ കെട്ടിയിട്ടുണ്ട്. നമുക്ക് എന്നാ വേണ്ട നോക്കാം. മറന്നുപോയി. മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സ് എനിക്ക്, നിനക്ക് ഇത് ടെൻഡർ കടി. നല്ല ചക്ക മണം, കെട്ട ചക്ക മണം. അത് വേസ്റ്റ് പറയല്ലേ ആൾക്കാർ നമ്മുടെയൊക്കെ ബ്ലോഗ് കണ്ടിട്ട് ഇത്ര പേര് വരണ്ട. ഇത് പയ്യന്നൂർ സ്ഥലം പറഞ്ഞോളൂ. ബ്രിഡ്ജ് ഇറങ്ങുമ്പോ തന്നെ ടോള് കഴിഞ്ഞ് അതിന്റെ ഓപ്പോസിറ്റ്, ജസ്റ്റ് ഓപ്പോസിറ്റ് പുതിയ ഫ്രൂട്ട്സ് കട പ്ലസ് ഈ ജ്യൂസ് കട. പയ്യന്നൂർ ഏറ്റവും ഫ്രഷ് ഫ്രൂട്ട്സ് ഇവിടെ മാത്രമേ കിട്ടൂ. ടൈം ലാപ്സ് വെച്ചിട്ട് എന്തില് വെച്ചിട്ട് വെക്കും? ഹെൽമെറ്റ് വെച്ചിട്ട് വെക്കും. ഇത് ഓൾറെഡി അടിച്ചു വെച്ചത്. അതിനകത്ത് കുറച്ച് കാഷ്യൂ നട്ടും ബദാം ഇട്ടാന്ന്. സോ ഫാസ്റ്റ്. എന്റേതാ അത്. വാ. അത് മൊത്തം തിന്ന് അത് മിക്സ് ആക്കണം. വെക്ക്. ആഹാ, ഇത് നല്ല പോലെ ഇങ്ങനെ മിക്സ് ചെയ്യണം. ഇവ മൊത്തം എൻ്റെ കാഷ്യൂ നട്ടൊക്കെ എടുത്ത് കഴിച്ചു. ഇത് നമ്മളൊരു ഫ്രണ്ട് കിട്ടി ഗൈസ്. എൻ്റെ അഭിപ്രായത്തിൽ ആരും ഇങ്ങോട്ടേക്ക് വരരുത്. ഇത് നമ്മളെ അഭിപ്രായം മാത്രമല്ല, ഇതിനു മുമ്പ് നമ്മുടെ ഫ്രണ്ട് കൊടുത്തപ്പം ഇതാണ് ടെൻഡർ ഷേക്ക്. നല്ല കൊപ്രേൻ്റെ ചോയുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, നമ്മളെ ഫ്രണ്ട് വന്നില്ല ഇപ്പോൾ. ഓരോ ഇത് കുടിച്ചിട്ട് സെയിം ചോയായിരുന്നു. ടേസ്റ്റ് കുറവുണ്ട് കേട്ടോ, പക്ഷെ ബെസ്റ്റ് ഫ്രൂട്ട്സ് കിട്ടുന്നത് ഇവിടെ തന്നെയാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ നിന്ന് ജ്യൂസ് ട്രൈ ചെയ്യുന്നത്. കടി എന്ന ഡ്രൈ ഫ്രൂട്ട് ഷേക്ക് എന്ന് പറയുന്നത് ഞാൻ മേടിച്ചാൽ ഈന്തപ്പഴം മാത്രം 4 ഇട്ടിട്ട് അമ്മ അടിച്ചു തന്നിരിക്കുന്നതാണ്. ടേസ്റ്റ് ഇല്ല, മേടിച്ചിട്ട് കഴിക്കാൻ തോന്നുന്നില്ല. പിന്നെ പറഞ്ഞിട്ടല്ല കഴിക്കും, പൈസ കളയണ്ടല്ലോ. 160 ഒന്നുമല്ല, 190 രൂപ പോയി. 190 രൂപ പോയി. ഇപ്പൊ പയ്യന്നൂരുകാർ ഞങ്ങളുടെ കാണുന്ന വീഡിയോ കാണുന്നവർ ഇവിടെ വന്നിട്ടൊന്നും അങ്ങനെ ട്രൈ ചെയ്യണ്ട. ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് എല്ലാവരും പോവാം. ഓക്കെ, കടേൻ്റെ പേര് കറക്റ്റ് കണ്ടോ ഗൈസ്? ഇനി എൻ്റെ ലൈഫിൽ ഈ കടയിൽ നിന്ന് ഷേക്ക് കുടിക്കൂല. ഇത്രയും വൃത്തികെട്ട
ഒരു ഷേക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല. സാധാരണ ചെറിയൊരു ടേസ്റ്റ് കുറവാണെങ്കിൽ ഞാൻ അങ്ങനെ പറയാത്തതാണ്. ഭയങ്കര ബോറ് ഷേക്ക്. എൻ്റെ മാത്രം അഭിപ്രായമല്ല, ഞാൻ പറഞ്ഞല്ലോ, വേറെ ആൾക്കാരും പറഞ്ഞു. നമ്മൾ കുടിച്ചു തുടങ്ങിയപ്പോഴാണ് എല്ലാവരും പറയുന്നത്. ഇത് അമലിൻ്റെ സ്വന്തം കടയാ പോലും. ഫുൾ ഫ്രീയാ ഫുഡല്ലേ? ഫുഡല്ല, മയോണൈസ്. എടാ ക്യാമറ. ആ ക്യാമറ എന്നെ അടിക്കാണ്ടിരിക്കാനുള്ള നമ്മളെ ട്രിക്കാണ്. ഇവിടെ ഇറങ്ങിയിട്ട് നടക്കുക. അടുത്ത നമ്മള് കുറച്ച് വാഴപ്പഴം വാങ്ങാനുണ്ട്. അതിന് വേണ്ടിയിട്ട് പയ്യന്നൂർ ടൗണിലേക്ക് വന്നിട്ടുള്ളത്. തലശ്ശേരിയൊന്നും കിട്ടൂലാത്തതാണ്. തലശ്ശേരി നല്ല പഴം കിട്ടണമെങ്കിൽ ടൗണിൽ പോകണം. പിന്നെ റെയിൽവേ സ്റ്റേഷൻ, ഞാൻ ട്രെയിൻ ഇറങ്ങുന്ന അതിൻ്റെ ഇപ്പുറം തന്നെയാണ്, പക്ഷെ അവിടെ വരെ പോകാൻ വയ്യ. അതുകൊണ്ട് ഇവിടുന്ന് വാങ്ങിച്ചു പോകുന്നു. പഴം കാലിയായി ഗൈസ്, പഴം കാലിയായി. തീർന്നിട്ടില്ല ഗൈസ്, വണ്ടീൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അയ്യോ തീർന്നാ? അത് തിരിഞ്ഞു വെച്ചതാ. പിന്നെയും നമ്മൾ ശശിയായി. അത് തിരിഞ്ഞു വെച്ച പഴയനും പോക്കുപഴം. വൃത്തികെട്ട ഷേക്കിന്റെ വായിന്ന് പോവാൻ വേണ്ടി നമ്മൾ ഒരു റോള് വാങ്ങാൻ വന്നിട്ടുള്ള. അല്ലാതെ റോള് കഴിക്കണ്ടോണ്ടല്ല അല്ല അല്ലേ. ഞാൻ എന്താ ഇവിടെ വന്നിട്ട് ഷവർമ കഴിക്കാണ്. അമല് ഈ ATM പോയിട്ടുണ്ട് പൈസ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നേരെ റെയിൽവേയിൽ പോവും. ഞാൻ ട്രെയിനിന്റെ വീട്ടിലേക്ക് പോകും. എന്നാടാ ATM എന്നുള്ളതാ? ശരിയല്ല, അതെ രണ്ട് കാണിച്ചിട്ടുണ്ട്.